പണ്ട് 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 ഹോളണ്ടിൽ ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു ചെരുപ്പ് കുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഗിൽബർട്ട് എന്നായിരുന്നു. ഗിൽബർട്ടിന് എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കണം. നല്ല ഭംഗിയായിട്ട് പാട്ട് പാടും ഗിൽബർട്ട്. ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഗിൽബർട്ട് പാടിക്കൊണ്ടിരുന്നു. മനോഹരമായി അയാൾ പാടുന്നത് നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടവുമായിരുന്നു. വളരെ കാലം കാത്തിരുന്നാണ് ഗിൽബർട്ടിനും ഭാര്യയ്ക്കും ഒരു മകളുണ്ടായത്. ഗിൽബർട്ടിൻ്റെ കുഞ്ഞു മകളെ പോലെ സുന്ദരിയായ ഒരു കുഞ്ഞ് ആ നാട്ടിലെങ്ങും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് വളർന്നു വരവേ ഗിൽബർട്ടിനൊരു കാര്യം മനസ്സിലായി. തൻ്റെ മകൾ സംസാരിക്കില്ല, അവൾ ഊമയാണ്. ഗിൽബർട്ടിനിത് വലിയ വിഷമമായി. എന്നാലും അദ്ദേഹം എപ്പോഴും അവൾക്ക് വേണ്ടി പുതിയ പുതിയ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. ഗിൽബർട്ട് പാടുന്നത് കേൾക്കാൻ അയാളുടെ കുഞ്ഞു മകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ പിതാവ് പാട്ട് പാടുമ്പോൾ താളം പിടിച്ചുകൊണ്ട് ആ കുഞ്ഞു മകൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കും. അങ്ങനെ ഇരുന്ന് ആ പാട്ടുകളെല്ലാം അവൾ കേട്ട് പഠിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അവൾക്ക് പാടാൻ കഴിയില്ലല്ലോ. പിതാവിന് അത് വലിയ വിഷമമായിരുന്നു. അപ്പോഴൊക്കെ അയാൾ പറയും, എൻ്റെ മോള് ഒരു പാടാത്ത പൈങ്കിളിയാണ് എന്ന്. ഇയാളിങ്ങനെ പറയുന്നത് കേട്ട് കേട്ട് നാട്ടുകാരൊക്കെ അത് പറയാൻ തുടങ്ങി. നമ്മുടെ ചെരുപ്പുകുത്തി ഗിൽബർട്ടിൻ്റെ മകള് ഒരു പാടാത്ത പൈങ്കിളിയാണ് എന്ന്. പോകെ പോകെ അവളുടെ പേര് ഗ്രിറ്റൽ എന്നായിരുന്നു. അതെല്ലാവരും മറന്നുപോയി. എല്ലാവരും അവളെ പാടാത്ത പൈങ്കിളി എന്ന് വിളിക്കാൻ തുടങ്ങി. കീർത്തിമാനായ ആൽഫ്രഡ് രാജാവായിരുന്നു അക്കാലത്ത് ഹോളണ്ട് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഹാൻസ് രാജകുമാരൻ. രാജകുമാരൻ വീരനായ ധീരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ഇടയ്ക്ക് രാജകുമാരന് ഒരു അസുഖം പിടിപെട്ടു. എത്ര ചികിത്സിച്ചിട്ടും അസുഖത്തിന് ഭേദമൊന്നും ഉണ്ടായില്ല. രാജാവ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും വൈദ്യന്മാരെ വരുത്തി രാജകുമാരനെ ചികിത്സിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അസുഖം ഭേദമായില്ല. രാജകുമാരൻ തീരെ കിടപ്പിലായി. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു മുറിയിൽ രാജകുമാരനെ കിടത്തിയിരിക്കുകയായിരുന്നു. ആ മുറിയിൽ ആരോടും മിണ്ടാതെ കണ്ണടച്ച് ഹാൻസ് രാജകുമാരൻ അങ്ങനെ കിടന്നു. മാതാപിതാക്കൾ എപ്പോഴും ആ കിടക്കക്കരിയിലിരുന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. ഏത് നിമിഷവും രാജകുമാരൻ മരണത്തിന് കീഴടങ്ങാം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആൽഫ്രഡ് രാജാവ് തൊട്ടടുത്തുള്ളൊരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. തൻ്റെ മകന് വേണ്ടി അദ്ദേഹം മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സൊന്ന് ശാന്തമായപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ മകൻ കിടക്കുന്ന കിടക്കക്കരിയിലെത്തി. കുറേ നേരം അവനെ നോക്കി നിന്നു. ജനാലകൾ തുറന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹം ആ ജനാലക്കരിയിൽ നിന്നുകൊണ്ട് പൂന്തോട്ടത്തിലേക്ക് നോക്കി. തൻ്റെ മകൻ്റെ സ്ഥിതി ഓർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴാൻ തുടങ്ങി. ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു അത്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ചിരിതൂകി നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രൻ്റെ ചുറ്റും മേഘങ്ങളുണ്ടായിരുന്നു. ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് സ്വർണ്ണ ചിറകുള്ളൊരു മാലാഖ തനിക്ക് നേരെ പറന്നു വരുന്നത് രാജാവ് കണ്ടു. മാലാഖ രാജാവിൻ്റെ അടുത്തേക്ക് പറന്നു വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങിങ്ങനെ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങ് ഇപ്പോൾ നൽകുന്ന ചികിത്സ കൊണ്ടൊന്നും ഈ രാജകുമാരൻ്റെ അസുഖം ഭേദമാകാൻ പോകുന്നില്ല. അതിനുള്ള ചികിത്സ ഞാൻ പറഞ്ഞു തരാം. അത് അങ്ങ് ചെയ്താൽ മാത്രം മതി, രാജകുമാരൻ രക്ഷപ്പെടും. മാലാഖയെ കണ്ട് മുട്ടുകുത്തി വണങ്ങിക്കൊണ്ട് രാജാവ് ചോദിച്ചു, എന്താണെങ്കിലും വേഗം പറഞ്ഞുകൊള്ളൂ, ഞാൻ എൻ്റെ മകന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. മാലാഖ പറഞ്ഞു, ഇവിടെ ഗ്രാമത്തിൽ ഒരു പാടാത്ത പൈങ്കിളി ജീവിച്ചിരിപ്പുണ്ട്. അവൾ വിചാരിച്ചാൽ മാത്രമേ രാജകുമാരൻ്റെ അസുഖം മാറുകയുള്ളൂ. ഒട്ടും വൈകാതെ അവളെ കണ്ടുപിടിക്കൂ. ഇത്രയും പറഞ്ഞ ശേഷം മാലാഖ മേഘങ്ങൾക്കിടയിലേക്ക് പറന്നു മാഞ്ഞു. ആൽഫ്രഡ് രാജാവിന് ഒരു സമാധാനം തോന്നി. ഒരു മാലാഖയല്ലേ വന്ന് പറഞ്ഞത്? പാടാത്ത പൈങ്കിളിയെ കണ്ടുപിടിച്ചാൽ തൻ്റെ മകൻ്റെ അസുഖം ഭേദമാകുമല്ലോ. ഉടൻ തന്നെ രാജാവ് തൻ്റെ സേവകരെ വിളിച്ചു. പാടാത്ത പൈങ്കിളിയെ എത്രയും പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ സൈനികർ നാടിൻ്റെ മുക്കും മൂലയും പാടാത്ത പൈങ്കിളി അന്വേഷിച്ച് നടന്നു. ഗ്രാമത്തിലെ ചെറുകാടുകളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ പാടാത്ത പൈങ്കിളി അന്വേഷിച്ച് നടന്നു. മുക്കും മൂലയും വിടാതെ അവർ പൈങ്കിളിക്ക് വേണ്ടി അന്വേഷണം നടത്തി. കിട്ടിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. പാടാത്ത പൈങ്കിളിയെ കിട്ടുന്നില്ല. അപ്പോഴാണ് രാജഭടന്മാർ ഒരു കാര്യം അറിഞ്ഞത്. ഗ്രാമത്തിലെ ചെരുപ്പ് കുത്തിയായ ഗിൽബർട്ടിൻ്റെ മകളെ എല്ലാവരും പാടാത്ത പൈങ്കിളി എന്നാണ് വിളിക്കുന്നത്. അവരുടനെ ഗിൽബർട്ടിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അയാളുടെ വീട് തേടി കണ്ടുപിടിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പാടാത്ത പൈങ്കിളിയുമായിട്ട് ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വരണം.
അവൾക്ക് ഹാൻസ് രാജകുമാരൻ്റെ അസുഖം മാറ്റാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഗിൽബർട്ട് ആകെ വിഷമിച്ചു പോയി. താൻ എന്താണ് ഈ കേൾക്കുന്നത്? തൻ്റെ മകള് എങ്ങനെ രാജകുമാരൻ്റെ അസുഖം മാറ്റും? അഥവാ രാജകുമാരൻ്റെ അസുഖം അവൾക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ രാജാവ് അവളെ ശിക്ഷിച്ചാലോ? പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടി ഗിൽബർട്ടിനെ നിർബന്ധിക്കാൻ തുടങ്ങി. രാജകുമാരൻ്റെ അസുഖം പള്ളത്തെ പൈങ്കിളിക്ക് മാറ്റാൻ കഴിയും എന്നല്ലേ അവർ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും കൊട്ടാരത്തിൽ വരെ ഒന്ന് പോയി നോക്കൂ. അങ്ങനെ ഗിൽബർട്ട് തൻ്റെ സുന്ദരിയായ മകളുടെ കൈയും പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് നടന്നു. ഒരു ഊമ പെണ്ണിനെയും കൂട്ടി കൊട്ടാരത്തിലെത്തിയ ചെരുപ്പുകുത്തിയെ കണ്ടിട്ട് രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഊമ പെണ്ണിനെയാണോ പാടാത്ത പൈങ്കിളി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ പരിഹസിക്കാൻ വന്ന ഈ ചെരുപ്പുകുത്തിയെയും പെൺകുട്ടിയെയും ഉടൻ തന്നെ പിടിച്ചു കെട്ടി ജയിലിലടയ്ക്കൂ. ഇത് കേട്ട ഗിൽബർട്ടും ഗ്രേറ്റലും പേടിച്ചു പോയി. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഭടന്മാർ അപ്പോൾ തന്നെ അവരെ രണ്ടുപേരെയും തുറങ്കിലടച്ചു. രോഗശയ്യയിലായിരുന്ന ഹാൻസ് രാജകുമാരൻ അതോടെ ആകപ്പാടെ അസ്വസ്ഥനായി. രാജകുമാരൻ വേദന കൊണ്ട് ഞരങ്ങുകയും മൂളുകയും ചെയ്തു. പലപ്പോഴും അതിവേദനയാൽ അദ്ദേഹം നിലവിളിച്ചു. രാജാവിൻ രാജ്ഞി മകൻ്റെ കിടക്കക്കരയിൽ നിന്ന് മാറാനാകാതെ അവിടെ തന്നെ നിന്നു. അങ്ങനെ കിടക്കെ തന്നെ രാജകുമാരൻ ഒരു സ്വപ്നം കണ്ടു. ഒരു മാലാഖ തൻ്റെ ചെവിയിൽ വന്ന് പറയുന്നു, നിന്നെ രക്ഷപ്പെടുത്താനുള്ള പൈങ്കിളിയെ ദാ ഇവിടെ കൂട്ടിലടച്ചിരിക്കുന്നു. കൂട്ടിലിട്ട കിളിയെ തുറന്നു വിട്ടാൽ മാത്രമേ അവൾക്ക് പാടാൻ പറ്റുകയുള്ളൂ. വളരെ കാലത്തിന് ശേഷം കണ്ണു തുറന്ന രാജകുമാരൻ അതിവേദനയോടെ നിലവിളിച്ചുകൊണ്ട് തൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ കൂട്ടിലാക്കിയിരിക്കുന്ന പാടാത്ത പൈങ്കിളിയെ തുറന്നു വിടൂ. അവൾ എനിക്ക് വേണ്ടി പാട്ട് പാടട്ടെ. രാജാവ് അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ മകൻ ഇങ്ങനെ പറയണമെങ്കിൽ താൻ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന പെൺകുട്ടി തന്നെ ആവണം പാടാത്ത പൈങ്കിളി. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ഭടന്മാരെ വിളിച്ചിട്ട് താൻ തുറങ്കിലടച്ചിരിക്കുന്ന ഊമ പെൺകുട്ടിയെയും പിതാവിനെയും രാജകുമാരൻ്റെ മുറിയിലെത്തിക്കാൻ പറഞ്ഞു. അവരുടൻ തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് ഗ്രിറ്റലിനെയും ഗിൽബർട്ടിനെയും പുറത്തിറക്കി രാജകുമാരൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജകുമാരൻ്റെ മുറിയിലെത്തിയ ഗ്രിറ്റൽ അതിയായ വേദനയോടെ കിടക്കയിൽ കിടന്ന് ഞെരിപിരികൊള്ളുന്ന രാജകുമാരനെ കണ്ടു. അവൾ അദ്ദേഹത്തിൻ്റെ കിടക്കക്കരിയിലിരുന്നു. വിരലുകളിൽ മെല്ലെ പിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് മനോഹരമായിട്ട് പാടാൻ തുടങ്ങി. അന്നേ വരെ മറ്റാരും കേട്ടിട്ടില്ലാത്ത ശബ്ദത്തിൽ അവൾ മനോഹരമായിട്ട് പാടിത്തുടങ്ങി. അതോടെ രാജകുമാരൻ ശാന്തനായി. അദ്ദേഹത്തിൻ്റെ വേദന കുറഞ്ഞു. ആ പാട്ട് അവസാനിക്കുമ്പോഴേക്കും എല്ലാ അസുഖങ്ങളും മാറി രാജകുമാരൻ എഴുന്നേറ്റിരുന്നു. രാജാവിനും രാജ്ഞിക്കും ഇതിൽ പരമൊരു സന്തോഷമില്ല. ആൽഫ്രഡ് രാജാവ് ഗിൽബർട്ടിനോടും ഗ്രിറ്റലിനോടും തനിക്ക് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിച്ചു. ഇനി മുതൽ ഗ്രിറ്റൽ ഈ രാജ്യത്തിൻ്റെ രാജകുമാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹാൻസ് രാജകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ പാവം ചെരുപ്പുകുത്തിയുടെ പാടാത്ത പൈങ്കിളി പാടുന്ന പൈങ്കിളിയായിട്ട് മാറി. അവൾ കൊട്ടാരത്തിൻ്റെ ഐശ്വര്യ ദേവതയായിട്ട് മാറി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.